ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സൈറ്റോസ്കെലിട്ടൺ, സീലിയ ആൻഡ് ഫ്ലാജെല്ല, അതുപോലെ തന്നെ സെൻട്രിയോൾ ആൻഡ് സെൻട്രോസോം. അപ്പോൾ അത് ഏറ്റവും സിമ്പിളായിട്ട് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ടാകും. അപ്പം ഇതുവരെ അങ്ങനെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ കരുതിയ ഒരു ടോപ്പിക്കും അല്ല. പക്ഷേ നമുക്കിനി വരില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, കാരണം ആ രീതിയിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും പാറ്റേണും ഒക്കെ. അപ്പോൾ ഈ ഒരു ടോപ്പിക് ആവശ്യമുള്ളവർ എല്ലാവരും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് തന്നെ വീഡിയോ കാണാം, അതേപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, സോ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സൈറ്റോസ്കെലിട്ടൺ. അപ്പോൾ സൈറ്റോസ്കെലിട്ടൺ എന്ന് പറയുമ്പോൾ പേര് തന്നെ അതിനകത്തുണ്ട്. സ്കെലിട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സ്ട്രക്ചറൽ സപ്പോർട്ട്, അതുപോലെ ഷേപ്പ് ഒക്കെ തരുന്ന ആളാണ്. ആൻഡ് നമ്മളെ മൂവ് ചെയ്യാൻ, അല്ലേ, നിങ്ങൾ ആലോചിക്കുക, ഈ സ്കെലിട്ടൺ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കൈയൊക്കെ അനക്കുക? അപ്പോൾ നമ്മളെ മൂവ്മെൻറ്റിനൊക്കെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെല്ലിൻ്റെ ഉള്ളിൽ അവർക്ക് സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കാനും മോട്ടിലിറ്റി കൊടുക്കാനും ഒരു ഷേപ്പ് ഒക്കെ കൊടുക്കാനുള്ള കുറച്ച് സ്ട്രക്ചേഴ്സാണ് സൈറ്റോസ്കെലിട്ടൺ. അപ്പോൾ സൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പേരെന്താണ്? സെൽ എന്ന് വന്നില്ലേ? സോ എന്താണ് സൈറ്റോസ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ? കുറച്ച് നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ് ആണ്, മൈക്രോ ഫിലമെൻറ്റ്സ് ആണ്, ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീനേഷ്യസ് പാർട്ടിക്കിൾസ് കൊണ്ടാണ്. അപ്പം എങ്ങനെയാണ് ഈ മൈക്രോ ട്യൂബ്യൂള്, മൈക്രോ ഫിലമെൻറ്റ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ് ഉണ്ടാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ ദിയർ സൈസാണ്. അപ്പോൾ ഇങ്ങനെ വളരെ നേർത്തിട്ടുള്ള ഫിലമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് മൈക്രോ ഫിലമെൻറ്റ്സ്, ആൻഡ് ഇത് കുറച്ചും കൂടി കൂടിയിട്ട് കുറച്ചുകൂടി സൈസ് കൂടുതലാണെങ്കിൽ അത് മൈക്രോ ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്. ആൻഡ് അത് തന്നെ ഇങ്ങനെ കുറേ മൈക്രോ ഫിലമെൻറ്റ്സ് ഒക്കെ ചേർന്ന് ഒരു ട്യൂബ് പോലെ ഇങ്ങനെ ആവുകയാണെങ്കിൽ അത് മൈക്രോ ട്യൂബ്യൂൾ. ഒരു ട്യൂബ്, ഇതിപ്പോൾ ഒരു ട്യൂബല്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ട്യൂബാണ്. അതേപോലെ ആവുകയാണെങ്കിൽ അത് മൈക്രോ ട്യൂബ്യൂൾ എന്ന് പറയും. സോ എൻ എലാബറേറ്റ് നെറ്റ്വർക്ക് ഓഫ് ഫിലമെൻറ്റസ് പ്രോട്ടീനേഷ്യസ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ മൈക്രോ ട്യൂബ്യൂൾസ്, മൈക്രോ ഫിലമെൻറ്റ്സ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇവരെല്ലാവരെയും കൂടി ചേർത്താണ് നമ്മൾ സൈറ്റോസ്കെലിട്ടൺ എന്ന് പറയും. സെല്ലിൻ്റെ ഉള്ളിൽ അവർക്കൊരു സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കുന്ന കുറച്ച് ഫിലമെൻറ്റ്സ്, കുറച്ച് പ്രോട്ടീൻസ് ഒക്കെ, കുറച്ച് ട്യൂബ്യൂൾസ് ഒക്കെ, പ്രോട്ടീൻസ് അല്ല, കുറച്ച് മൈക്രോ ട്യൂബ്യൂൾസ് ഒക്കെ. ആൻഡ് ഇവരുടെ ഫംഗ്ഷൻസ് നോക്കിക്കേ, നമ്മുടെ സ്കെലിട്ടൺ നമുക്ക് തരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് മെക്കാനിക്കൽ സപ്പോർട്ട് തരുന്നുണ്ട്, നമ്മുടെ സ്കെലിട്ടൺ നമുക്ക് സപ്പോർട്ട് തരുന്നില്ലേ. ദെൻ നമുക്ക് മോട്ടിലിറ്റി, നമ്മൾ അനങ്ങാൻ സഹായിക്കുന്നുണ്ട്. ദെൻ മെയിൻ്റനൻസ് ഓഫ് ദ ഷേപ്പ് ഓഫ് ദ സെൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു ബോണും ഇതൊന്നും ഇല്ല, നമ്മുടെ ഈ ഒരു ഫേസ് ബോൺ ഒന്നും ഇല്ല, നമുക്ക് ഷേപ്പ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അതേപോലെ തന്നെ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഷേപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇനി ഈ സൈറ്റോസ്കെലിട്ടണും ബാക്കി നമ്മുടെ സീലിയ, ഫ്ലാജെല്ല ഒക്കെ ആയിട്ട് എന്താണ് കണക്ഷൻ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സീലിയ ആൻഡ് ഫ്ലാജെല്ല ഇതുള്ള സ്ട്രക്ചേഴ്സിന് അവർക്ക് മോട്ടിലിറ്റി കൊടുക്കുന്നുണ്ട്. സീലിയ എന്ത് ചെയ്യും? ചുറ്റുപാടുള്ള വെള്ളം, അവർ അക്വാറ്റിക് മീഡിയത്തിലാണെങ്കിൽ വെള്ളത്തിൽ ഒരു ഓറ് പോലെ ആക്ട് ചെയ്തിട്ട് മൂവ്മെൻറ്റിന് സഹായിക്കുകയാണ് ചെയ്യുക. ഫ്ലാജെല്ലയും അതേപോലെ തന്നെ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന സ്ട്രക്ചറാണ്. ഓക്കെ, സോ സ്ട്രക്ചറിൻ്റെ ഈ ഒരു സർഫേസ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ സീലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ആണ്, വിച്ച് വർക്ക് ലൈക്ക് ഓൾസ്, ഒരു തുഴ പോലെ ഇങ്ങനെ ആക്ട് ചെയ്തിട്ട് വാട്ടർ കറൻസിൽ ഉണ്ടാക്കിയിട്ട് ആ ഒരു മൂവ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. മൂവ്മെൻറ്റ് ഓഫ് ഐദർ ദ സെൽ ഓർ ദ സറൗണ്ടിങ് ഫ്ലൂയിഡ്. ഫ്ലാജെല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ലോങ് ആണ്, റെസ്പോണ്ടിങ് ഫോർ സെൽ മൂവ്മെൻറ്റിന് കാരണമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രോക്യാരിയോട്ടിക് ബാക്ടീരിയയ്ക്കും അതേപോലെ തന്നെ യൂക്യാരിയോട്സിനായാലും ഫ്ലാജെല്ലയുടെ ടൈപ്പിൽ വ്യത്യാസമുണ്ട്, അതിനകത്തുള്ള പ്രോട്ടീനിൽ വ്യത്യാസമുണ്ട്, പക്ഷേ ബേസിക് സ്ട്രക്ചർ സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലാജെല്ലയുടെ ബേസിക് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഫ്ലാജെല്ലയ്ക്കും സീലിയയ്ക്കും സെയിം സ്ട്രക്ചറാണ് കേട്ടോ, അതായത് അവരുടെ ഉള്ളിലുള്ള സ്ട്രക്ചർ. അപ്പോൾ ഫ്ലാജെല്ലയുടെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു ബേസൽ ബോഡി ഉണ്ട്, പിന്നെ അവർക്ക് ഇങ്ങനെ ഒരു ഹുക്ക് ഉണ്ട്, ദെൻ അവർക്ക് ഇങ്ങനെ ഒരു ഫിലമെൻ്റ് ഉണ്ട്, അല്ലേ. ഈ ഫിലമെൻ്റ് ആണ് അവരെന്തിന് സഹായിക്കുന്നത്? മൂവ്മെൻറ്റിന് സഹായിക്കുന്നത്. ഇത് കുറച്ച് ലോങ് ആണെന്നേ ഉള്ളൂ, സീലിയയുടെ ആണെങ്കിൽ കുറച്ച് ഷോർട്ടാണ്. അപ്പോൾ ഈ ഫിലമെൻറ്റിൻ്റെ ഉള്ളിൽ ഒരു മെയിൻ കോർ ഉണ്ട്, ഇതിനെ കവർ ചെയ്തിട്ട് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുകയാണ്, ഇതെല്ലാം മൈക്രോ സ്ട്രക്ചേഴ്സ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ തിക്കായിട്ടുള്ള ഒരു കോറുണ്ട്, ഇത്രയില്ല, ഒരു കോറുണ്ട്. ഈ കോർ ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ മൈക്രോ ട്യൂബ്യൂൾസ് വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കോർ കാണാം. ഈ കോർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? കുറേ മൈക്രോ ട്യൂബ്യൂൾസ് വെച്ചിട്ടാണ്. ഓക്കെ, അതാണ് നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. സോ സീലിയ ആൻഡ് ഫ്ലാജെല്ല ദേ ആർ കവേർഡ് വിത്ത് പ്ലാസ്മ മെംബ്രെയിൻ. സീലിയയ്ക്കായാലും ഫ്ലാജെല്ലയ്ക്കായാലും പുറമേ ഒരു പ്ലാസ്മ മെംബ്രെയിൻ കവറിംഗ് ഉണ്ട്. ദെയർ കോർ ആർ കോൾഡ് ആക്സോണിൻ. അതിനകത്ത് എന്തുണ്ട്? ദേ പോസസ് നമ്പർ ഓഫ് മൈക്രോ ട്യൂബ്യൂൾസ്. അവിടെയാണ് നമുക്ക് ഈ ആൾക്കാർ വരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഒരു പിക്ചർ നോക്കുക, ഇതാണ് നമ്മുടെ ഫ്ലാജെല്ലയുടെ ഫിലമെൻ്റ് എന്ന് കരുതുക. ഇതാണ് ഫ്ലാജെല്ലയുടെ ഫിലമെൻ്റ്. ഓക്കെ, ഈ ഫ്ലാജെല്ലയുടെ ഫിലമെൻറ്റിൽ നമ്മൾ പറഞ്ഞ ഔട്ടർ മോസ്റ്റ് കവറിങ് പ്ലാസ്മ മെംബ്രെയിൻ, ഔട്ടർ മോസ്റ്റ് കവറിങ് പ്ലാസ്മ മെംബ്രെയിൻ. ഇതിൻ്റെ തന്നെ ഈ ക്രോസ് സെക്ഷൻ, ഈ സാധനം ഇല്ലേ നിങ്ങളിവിടെ കാണുന്ന ഈ സാധനം, ഇതിൻ്റെ ക്രോസ് സെക്ഷൻ, അതായത് ഇതാണ് ഇതെങ്കിൽ ഇതിനെ ഞാനിങ്ങനെ മുറിച്ചിട്ട് ഞാനിങ്ങനെ നോക്കുന്ന വ്യൂ ആണ് ഇത്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് മിസ് പറഞ്ഞ കോർ, ആ ബ്ലൂ കളർ, ഈ ബ്ലൂ കളർ അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ ആണ്, ഇതാണ് ആ കോർ.
ഈ കോറിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറേ ട്യൂബ് കാണുന്നുണ്ടോ? കണ്ടോ? ഇതൊരു ട്യൂബാണ്. ഇതൊരു ട്യൂബാണ്. ഇത് താഴേക്ക് ട്യൂബാണ്. ഓക്കെ, ആ ട്യൂബ് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണാം. കണ്ടോ? ഇതാണ് ആ ട്യൂബ്യൂൾ, മൈക്രോ ട്യൂബ്യൂൾസ് ആണ്. ഇതാണ് ആ കോർ. ഇതാണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ. ഇതാണ് നമ്മുടെ ആ ഒരു കോർ. ഈ കോറിൻ്റെ ഈ സെക്ഷൻ മാത്രമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ ട്യൂബ് ഉണ്ട്, മൈക്രോ ട്യൂബ്യൂൾസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ മൈക്രോ ട്യൂബ്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കിയാൽ ഇവിടെ കാണാം. നോക്കിക്കേ മക്കളെ, കുറച്ച് നല്ലപോലെ ശ്രദ്ധിച്ചാലേ കാണുള്ളൂ കേട്ടോ. 1, 2 രണ്ട് മൈക്രോ ട്യൂബ്യൂൾസ് ഒരുമിച്ചാണ്. 1, 2 അടുത്തടുത്താണ്. 1, 2 1, 2 1, 2 1, 2 1, 2 1, 2 1, 2 അങ്ങനെ 9 ഡബ്ലറ്റ്സ് ഉണ്ട് അല്ലേ? ഇതൊരു ഡബ്ലറ്റ്, ഇതൊരു ഡബ്ലറ്റ്, ഇതൊരു ഡബ്ലറ്റ്, ഇതൊരു ഡബ്ലറ്റ്, ഇതൊരു ഡബ്ലറ്റ്, ഇതൊരു ഡബ്ലറ്റ്, അങ്ങനെ 9 ഡബ്ലറ്റ് ഉണ്ട്. സെൻറ്ററിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 എണ്ണം ഉണ്ട്. ഓക്കെ, അതാണ് 9+2 അറേഞ്ച്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 9+2 അറേഞ്ച്മെൻ്റ് ആണ്. ഇവിടെ ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി മിസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സ്ട്രക്ചർ വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന സീലിയ ആൻഡ് ഫ്ലാജെല്ലയുടെ ക്രോസ് സെക്ഷൻ. ഓക്കെ, ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന്? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതാണ് നമ്മളുടെ ഒരു മൈക്രോ ട്യൂബ്യൂൾ, ഇത് വേറൊരു മൈക്രോ ട്യൂബ്യൂൾ, ഇതൊരു മൈക്രോ ട്യൂബ്യൂൾ, ഇതൊരു വേറെ മൈക്രോ ട്യൂബ്യൂൾ. ഇത് താഴേക്കുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. കണ്ടോ? ഇങ്ങനെ നമുക്ക് പുറമേ 9 ഡബ്ലറ്റ്സ് കാണാം, സെൻറ്ററിലായിട്ട് നമുക്ക് 2 എണ്ണം കാണാം. അതാണ് 9+2. ഇതിൽ ഈ സെൻറ്ററിലുള്ള ആൾക്കാരെ തമ്മിൽ കണക്ട് ചെയ്യാൻ ബ്രിഡ്ജസ് ഉണ്ട്. ഈ സെൻറ്ററിലുള്ള ഈ ഒരു ഷീത്ത്, ഈ സെൻറ്ററിലുള്ള മൈക്രോ ട്യൂബ്യൂൾസിനെ കവർ ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്ത് കാണാം? ഒരു സെൻട്രൽ ഷീത്ത് കാണാം. കണ്ടോ? ഒരു സെൻട്രൽ ഷീത്ത് ഇതിനെ കവർ ചെയ്തിട്ടുണ്ട്. ഈ സെൻട്രൽ ഷീത്തിലേക്ക് പെരിഫറൽ ഡബ്ലറ്റ്സിൽ നിന്ന് കണക്ഷൻ ഉണ്ട്. കണ്ടോ? പെരിഫറൽ ഡബ്ലറ്റ്സിൽ നിന്ന് കണക്ഷൻ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ റേഡിയൽ സ്പോക്ക് എന്ന് പറയാം. സെൻറ്ററിലേക്ക് വരുന്ന കണക്ഷനാണ് റേഡിയൽ സ്പോക്ക്. അപ്പോൾ പെരിഫറിയിലുള്ള ആൾക്കാർ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലിങ്കേഴ്സ് ഉണ്ട്. കണ്ടോ? ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഇവിടെ ഒരു ഗ്രീൻ കളർ വര കാണുന്നില്ലേ? അതാണ് ലിങ്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലിങ്കേഴ്സ് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. ഇതുതന്നെയാണ് സീലിയയുടെയും ഫ്ലാജെല്ലയുടെയും സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ വിചാരിക്കുന്നുണ്ടാവും, അപ്പോൾ മിസ് ബേസൽ ബോഡിയിൽ വേറെ അറേഞ്ച്മെൻ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ബേസൽ ബോഡിക്ക് വേറെ അറേഞ്ച്മെൻ്റ് ആണ്. അത് ട്രിപ്ലറ്റ് മൈക്രോ ട്യൂബ്യൂൾ ആണെന്ന് മിസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം സീലിയ ആൻഡ് ഫ്ലാജെല്ല ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് വേണം. അത് മിസ് വേണമെന്ന് പറയാൻ കാരണം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ഇമാജിനറി കോൺസെപ്റ്റാണ്, നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതാണ്. നിങ്ങൾക്ക് അത് കിട്ടിയോ ഇല്ലയോ എന്ന് മിസ്സിന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് നമ്മുടെ പെരിഫറൽ ഡബ്ലറ്റ്സ്. ഓക്കെ, ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന നമ്മുടെ റേഡിയൽ സ്പോക്ക്, ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്കേഴ്സ്, ആൻഡ് ഇവരുടെ സെൻറ്ററിലായിട്ട് ബ്രിഡ്ജസ്. റെഡി? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നതാണ് സെൻട്രോസോം എന്താണ്, സെൻട്രിയോൾ എന്താണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സെൻട്രോസോം ആൻഡ് സെൻട്രിയോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മിസ് സെൻട്രിയോൾ പറഞ്ഞുതരാം. ഈ സെൻട്രിയോൾ എന്ന് പറഞ്ഞാൽ കുറേ മൈക്രോ ട്യൂബ്യൂൾസ് ചേർന്നിട്ടുള്ള ഒരു സിലിണ്ട്രിക്കൽ സ്ട്രക്ചറാണ്. ഇതിനകത്ത് കുറേ മൈക്രോ ട്യൂബ്യൂൾസ് ഉണ്ട്. കുറേ മൈക്രോ ട്യൂബ്യൂൾസ് ചേർന്ന് ഉണ്ടായ ഒരു സിലിണ്ട്രിക്കൽ സ്ട്രക്ചറാണ്. ഇതൊരു സെൻട്രിയോൾ. ഇങ്ങനത്തെ 2 സെൻട്രിയോൾ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കും. ഓക്കെ, ഇതൊരു സെൻട്രിയോൾ. മിസ് കുറച്ച് ചെറിയ പെന്നെടുക്കാം. ഇതൊരു സെൻട്രിയോൾ, ഇത് വേറൊരു സെൻട്രിയോൾ. ഇങ്ങനെ 2 സെൻട്രിയോൾ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് സെല്ലിനകത്ത് കാണാം. ഇതിന് ചുറ്റുമായിട്ട് നമുക്കൊരു എമോർഫസ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കാണാം. ചുറ്റും ഒരു എമോർഫസ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കാണാം. ഇങ്ങനെ 2 സാധനം ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് നിന്ന് അതിന് ചുറ്റും ഒരു എമോർഫസ് സബ്സ്റ്റൻസ് വന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ മൊത്തം അപ്പാരറ്റസിനെ നമ്മൾ പറയും സെൻട്രോസോം. ഈ സെൻട്രോസോമാണ് സെൽ ഡിവിഷന് സഹായിക്കുന്ന സ്പിൻഡിൽ ഫൈബേഴ്സ് ഉണ്ടാക്കുന്നത്. ഇതിൽ നിന്ന് നമ്മുടെ എന്താ പറയുക, മൈക്രോ ട്യൂബുലർ റേസ് ഒക്കെ വരുന്നത്. ഇങ്ങനെ ആസ്ട്രൽ റേസ് ഇല്ലേ, ആസ്ട്രൽ റേസ് ഡിവിഷൻ്റെ സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഒക്കെ വരുന്നത് ഈ ഒരു സെൻട്രോസോമിൽ നിന്നാണ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരെ സെൻട്രിയോൾസ് എന്ന് പറയും. ഇവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിനെ സെൻട്രോസോം എന്ന് പറയും. ഓക്കെ, ഇനി നോക്കിക്കോ, സെൻട്രോസോം ഇസ് ആൻ ഓർഗനൽ യൂഷ്വലി കണ്ടെയ്നിങ് 2 സിലിണ്ട്രിക്കൽ സ്ട്രക്ചേഴ്സ് കോൾഡ് സെൻട്രിയോൾ. 2 സിലിണ്ട്രിക്കൽ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഇതൊരു സെൻട്രിയോൾ. ആ 2 സെൻട്രിയോൾസ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സെൻട്രോസോം എന്ന് പറയും. They are surrounded by an amorphous pericentriolar material. Both the centrioles in centrosome lie perpendicular to each other, in which each has an organization of cartwheel. അതിലേക്ക് മിസ് വരാം. ഇതിങ്ങനെ പെർപെൻഡിക്കുലർ ആയി നിന്ന് കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്താ പറയുക, സെൻട്രോസോം എന്ന് പറയും. ഓക്കെ, ഇനി ഈ കാർട്ട്വീൽ അറേഞ്ച്മെൻറ്റ് എന്താണെന്ന്
നമ്മൾ നേരത്തെ നമ്മുടെ ഫ്ലാജെല്ലയുടെയും സീലിയയുടെയും ആ ഒരു സെൻട്രൽ കോർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതെന്താണ്, ആ സെൻട്രൽ കോറിന് ആക്സോണിയം എന്നാണ് പറയാം കേട്ടോ. ആ ആക്സോണിയമിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 9 ഡബ്ലെറ്റ്സ് ആണെന്ന്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അയ്യോ ഇതെന്താ ഇതന്നെ വരുന്നത്, ഇതാ ഇവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വേറെ വേറെ ആയിട്ടതാ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഒരു സെൻട്രിയോൾ. ഓക്കെ, ഇതാണൊരു സെൻട്രിയോൾ, ഇതാണ് വേറൊരു സെൻട്രിയോൾ. ഈ 2 സെൻട്രിയോൾസിനെ നോക്കിക്കഴിഞ്ഞാൽ മിസ് പറഞ്ഞു അതൊരു സിലിണ്ട്രിക്കൽ സ്ട്രക്ചറാണ്. ആ സിലിണ്ട്രിക്കൽ സ്ട്രക്ചർ ഉണ്ടായത് എങ്ങനെയാണെന്ന് നോക്കിക്കേ, ഒരു മൈക്രോട്യൂബ്യൂൾ, വേറൊരു മൈക്രോട്യൂബ്യൂൾ, വേറൊരു മൈക്രോട്യൂബ്യൂൾ. ഓക്കെ, ഒരു മൈക്രോട്യൂബ്യൂൾ, വേറൊരു മൈക്രോട്യൂബ്യൂൾ, വേറൊരു മൈക്രോട്യൂബ്യൂൾ. 1 2 3, 1 2 3. നേരത്തെ നമുക്ക് ഇങ്ങനെ 2 എണ്ണമാണ് ഒരുമിച്ച് നിന്നതെങ്കിൽ ഇവിടെ 3 എണ്ണമാണ് ഒരുമിച്ച് നിൽക്കുന്നത്. അങ്ങനെ 9 ട്രിപ്ലെറ്റ്സ് ആണ് ഇവിടെ, 9 ട്രിപ്ലെറ്റ്സ് ആണ്. സെൻറ്ററിൽ 2 എണ്ണം ഉണ്ടോ? നമുക്ക് നേരത്തെ സീലിയയുടെയും ഫ്ലാജെല്ലയുടെയും കേസിൽ 9+2 ആയിരുന്നു. ഇവിടെ 9+0 ആണ്. കാരണം ഇവിടെ സെൻറ്ററിൽ ഒരു പ്രോട്ടീൻ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോട്ടീൻ സ്ട്രക്ചർ, ഒരു ഹബ്ബാണുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് അവർ കാർട്ട്വീൽ എന്ന് പറയുന്നത്. നോക്കിക്കോട്ടോ, ഇതിവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്യും, പിന്നെ ഇങ്ങനെ, 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 ഇങ്ങനെ. ഈ ഒരു അറേഞ്ച്മെൻറ്റിനാണ് അവർ കാർട്ട്വീൽ എന്ന് ഉദ്ദേശിച്ചത്. ആ കാർട്ട്വീൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത് അതാണ് കേട്ടോ. ഇനി ഇവിടേക്ക് തന്നെ വരാം. ദാ ആ ഒരു കാർട്ട്വീൽ ഓർഗനൈസേഷൻ ഇവരുടെ ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ് കണ്ടോ, ഇതിങ്ങനെ. ഈ കാർട്ട്വീൽ ഓർഗനൈസേഷനാണ് അവർ പറഞ്ഞത്. ഇതാണ് ആ കാർട്ട്വീൽ എന്ന് ഉദ്ദേശിച്ചത്. ഇനി അടുത്ത് നോക്കിക്കേ, they are made up of 9 evenly spaced peripheral fibrils of tubulin protein. Tubulin protein കൊണ്ടുണ്ടാക്കിയിട്ടുള്ള 9 ട്യൂബ്യൂൾസ് ആണുള്ളത്. അതെന്താണ്? ട്രിപ്ലെറ്റ്സ് ആണ്. ഈച്ച് ഓഫ് ദ പെരിഫറൽ ഫൈബ്രിൽ ഇസ് ട്രിപ്ലെറ്റ്. ഓക്കെ, ദി adjacent triplets are also linked. തമ്മിൽ അവർ കണക്റ്റഡ് ആണ്. The central part of the proximal region of the centriole is also proteinaceous hub. ആ ഒരു പ്രോട്ടീനേഷ്യസ് സ്ട്രക്ചറാണ്, അവിടെ മൈക്രോട്യൂബ്യൂൾസ് ഒന്നുമില്ല, അതൊരു ഹബ്ബാണ്. വിച്ച് ഇസ് കണക്റ്റഡ് വിത്ത് ട്യൂബ്യൂൾസ് ഓഫ് ദ പെരിഫറൽ ട്രിപ്ലെറ്റ്സ് ബൈ റേഡിയൽ സ്പോക്സ്. ഈ സെൻറ്ററിൽ നിന്ന് ഇവിടേക്ക് കണക്ഷൻ റേഡിയൽ സ്പോക്ക് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ദ സെൻട്രിയോൾസ് ഫോം ദ ബേസൽ ബോഡി ഓഫ് സീലിയ ആൻഡ് ഫ്ലാജെല്ല. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? 9+0 അല്ലേ? ആ 9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിപ്ലെറ്റ്സ് അല്ലേ? ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ് നമ്മുടെ സീലിയയുടെയും ഫ്ലാജെല്ലയുടെയും ബേസൽ ബോഡിയിൽ. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ബേസൽ ബോഡിയിൽ എന്താണ്? ട്രിപ്ലെറ്റ് മൈക്രോട്യൂബ്യൂൾസ് ആണ്. ഈ ട്രിപ്ലെറ്റ് മൈക്രോട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ സെൻട്രിയോളാണ്. ഓക്കെ, സെൻട്രിയോളാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, അതാ 1 2 ഇപ്പുറത്തും ഉണ്ട്, 1 2 അതിൻ്റെ അപ്പുറത്തും ഉണ്ട്, അങ്ങനെ ട്രിപ്ലെറ്റ്സ് ആണ്. ഓക്കെ, അത് അവരുടെ ബേസൽ ബോഡിയിലാണുള്ളത് കേട്ടോ, ബേസൽ ബോഡിയിൽ. ഓക്കെ, yes, the centrioles form the basal body of cilia and flagella and spindle fibers that give rise to spindle apparatus. Spindle fibers ഇതേപോലെ തന്നെ 9+0 ആണ്, അതായത് ട്രിപ്ലെറ്റ്സ് ആണ്. ഇത്രയേ ഉള്ളൂ. ഇതെൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ തീർച്ചയായിട്ടും, ഓക്കെ, ഇത് മിസ് വെറുതെ പറയണമല്ല, തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് എനിക്ക് വേണം. കാരണം ഇത് നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് ലൈവ് അല്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യും എന്ന് മിസ് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ +2 എല്ലാം ലൈവ് ക്ലാസ്സുകളിലൂടെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരേ ബാച്ച് ഉണ്ട്. താല്പര്യമുള്ള മക്കൾക്ക് എല്ലാവർക്കും താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈവിൽ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഈ ദിവസങ്ങളിലുള്ള നിങ്ങളുടെ എക്സാം ഡേയ്സിലുള്ള ലൈവ് ക്ലാസ് മിസ് ചെയ്യാതിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. നമുക്കിനി ലൈവിൽ കാണാം.